വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാ കുക്കിംഗ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതാണ് ആദ്യമായിട്ടോ ചെയ്യുന്നത് കുക്കിംഗ്, ലൈക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതാണോ ചെയ്യാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. പാല്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഏത് ബിസ്ക്കറ്റാണോ എടുക്കുന്നത് ആ ബിസ്ക്കറ്റ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഓറിയോ ആണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഓറിയോ എടുക്കണം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം. ഓക്കെ, അത് നമ്മളിവിടെ കൂട്ടുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഐസ്ക്രീം ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് കിടക്കാം കേട്ടോ. ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. നമ്മുടെ ഓറിയോ പൊടിച്ചതാണ്, ആൻഡ് ഇത് പാല്, പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ, ഇതിനകത്ത് എണ്ണ തേച്ച് വെച്ചിട്ടുള്ള പാത്രം, പിന്നെ ഫ്രഷ് ക്രീമാണിത്. ഇതാണ് നമ്മുടെ ഫ്രഷ് ക്രീം. നമുക്ക് കേക്ക് റെഡി ആയിട്ട് തേക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് വേണം മിക്സ് ആക്കാൻ. കുറച്ചേ ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ ഇങ്ങനെ പാലൊഴിച്ച് ഇങ്ങനെ മിക്സാക്കി ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഇടണം. ബേക്കിംഗ് പൗഡർ അല്ലേ, ബേക്കിംഗ് പൗഡർ ഇടണം. കുറച്ചിടാവുള്ളൂ, അത്യാവശ്യം. എന്താണ്ട് ഇത്രയും. ഇതിന് കൂടുതൽ ഇടണമെന്ന് ഞാൻ പറയത്തില്ല, ബിക്കോസ് ഞങ്ങൾ ഇത്രയാണ് ഇടുന്നത്. ഇതിന് കൂടുതൽ അങ്ങനെ ഇടുകയാണെങ്കിൽ നല്ലതല്ല നമുക്ക്. സോ ഇത്ര ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഇതങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്താ പറയുക, ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ട്. ഇതിനകത്ത് ഇനി നമ്മൾ ഈ നേരത്തെ എണ്ണ തേച്ച് വെച്ചായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്താലും മതി. ഇപ്പോൾ ഞങ്ങളുടെ ബട്ടർ പേപ്പർ ഇല്ല, അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ഓറിയോ കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി ഇത് ഓവനിലോട്ട് നേരെ വെക്കാനായിട്ട് പോകാം കേട്ടോ. കുറച്ച് നേരം കൂടെ തട്ടാം കേട്ടോ, ഞാൻ കുറച്ചുകൂടി തട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളിതിനകത്തോട്ട് വെക്കാം. ഇത് ഓവനൊന്ന് ആക്കാം, എടുക്കുക, ഒന്ന് അടച്ചിട്ട് നമ്മളിതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുക്കറിലൊക്കെ ആണെന്ന് തോന്നുന്നു ഒരു 20 സെക്കൻഡൊക്കെ വെച്ചാലും മതി. ഇപ്പം ഓണാക്കട്ടെ, ഞാൻ ഒന്ന് തിരിക്കത്തില്ല. ഓക്കെ, ഇത് ഞാൻ ഇതിനകത്ത് വെക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 5-ലാണ്, 5-അല്ല 6-ൽ. ഞാനിപ്പോൾ 5-ലാണ് വെക്കുന്നത്. കാരണം നമുക്ക് ഇത് റെഡി ആയില്ലെങ്കിൽ തിരിച്ച് വീണ്ടും വെക്കാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ 5-ലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തോട്ട് എടുത്ത് വെക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ട് തട്ടിയിടുമ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞു, കുഴപ്പമില്ല. നമ്മളപ്പോൾ ഇതിനകത്തോട്ട് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ക്രീം. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നിർബന്ധമല്ല, ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മേളിലൊന്ന് ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ. പിന്നെ അതുണ്ടെങ്കിലും മാത്രം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പീസാക്കാം കേട്ടോ. ലൈക്ക് ഇങ്ങനൊരു കേക്ക് പോലെ ആക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാട്ടോ ഇത്. നമ്മൾ കേക്ക് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ കേക്ക്. ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എൻ്റെ വാ പൊള്ളിപ്പോയി കേട്ടോ. അതാ സൂപ്പർ, നല്ല ടേസ്റ്റ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ കേക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുറിച്ചിട്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നൊരു കേക്കാട്ടോ. അപ്പോൾ കൈ കൊള്ളുന്നതാണ്. എനിക്ക് നേരെ എടുക്കാൻ പറ്റാത്ത മേളത്തെ ഭാഗം എടുക്കാൻ കുറച്ച്. സൂപ്പർ, നിങ്ങൾക്കും ട്രൈ ചെയ്യാം. മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ.